ഇതിൽ കൂടുതൽ എന്താ സന്തോഷം? നമ്മുടെ മോർണിംഗ് സെക്ഷൻ മിക്കവാറും ഇങ്ങനൊരു ഹാർവെസ്റ്റിംഗ് ഉണ്ട്. ഇന്നിപ്പോൾ കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. വിഷമില്ലാത്ത പച്ചക്കറികൾ ഡെയിലി ഉപയോഗിക്കുക. പിന്നെ ഈ സാലഡ് കുക്കുംബർ ഭയങ്കര ഹെൽത്തിയാണ്. ജ്യൂസായിട്ടും പിന്നെ സാലഡിനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. സ്നോ വൈറ്റാണ്. ഇപ്രാവശ്യം നമ്മുടെ സാലഡ് കുക്കുംബറും പയറും ഒക്കെ നല്ല മുട്ടനായിട്ട് ഉണ്ടായിരിക്കുകയാണ്. ഇത് പയറിൻ്റെയൊക്കെ നീളം നോക്കി എന്താ വലുതെന്ന്. അപ്പോൾ ഈ സാലഡ് കുക്കുംബർ നമുക്ക് ഡെയിലി എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ചീത്തയായിപ്പോവും. അപ്പോൾ പിന്നെ ഇന്ന് കുറേയേറെ ഒന്നിച്ച് പറിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് സൂക്ഷിച്ച് വെച്ച് ഓരോ ദിവസവും എടുക്കാം. സാധാരണ ഞങ്ങൾ ഡെയിലി ആവശ്യത്തിനുള്ള എടുക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇത് നിവൃത്തിയില്ല, കാരണം ഒത്തിരി അങ്ങ് മൂത്ത് കഴിഞ്ഞു. ഇതെല്ലാം നമ്മുടെ സാലഡ് കുക്കുംബർ കിടക്കുന്നതാണ്. നമ്മുടെ പയറിൽ നിന്ന് തുടങ്ങിയേക്കാം. നോക്ക് എത്ര വലിയ പയറാന്ന് നോക്കി. ഇതിന് മീറ്റർ പയർ എന്നൊക്കെയാണ് പറയുന്ന പേര്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും ഇവിടെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ഇത്രയും വലിയ പയറാണിത്. ഇനിയുണ്ട് കേട്ടോ. ഇപ്പം ഇത്രയും കിട്ടി. നമുക്ക് ഒരു കറിക്കുള്ള പയർ എപ്പോൾ വന്നാലും ഇവിടെ കാണും. ഇന്ന് നമ്മൾ കുക്കുംബർ പറിച്ച് മടുക്കും കേട്ടോ. ഇതെല്ലാം നല്ല മൂത്ത് നിൽക്കുകയാണ്. ഇപ്രാവശ്യം ഞാൻ കവറും കിട്ടിയില്ല, കുപ്പിയും കിട്ടിയില്ല. പക്ഷേ ഒരു 3 ദിവസം കൂടുമ്പം നമ്മൾ ഓർഗാനിക് കീടനാശിനികൾ പെസ്റ്റിസൈഡ്സ് അടിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരെണ്ണം പോലും ഇപ്രാവശ്യം ഈച്ച കുത്തിയില്ല. കാരണം നമുക്ക് കവർ കെട്ടാനൊന്നും പറ്റാത്ത അവസ്ഥയായിപ്പോയി. അത്രത്തോളമായിപ്പോയി ഇപ്രാവശ്യത്തേത് വിളവ്. ഇനി ഇങ്ങോട്ടും ഉണ്ട്. ഇവിടെ ഞാൻ കായ്ച്ചക്കണി കെട്ടിയിട്ടുണ്ട്. നിറച്ച് ഈച്ച വീണിരിക്കുക. ഈ ഇലയുടെ അടിയിൽ ഇവിടെ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട്. നമുക്കിതിനെ കൂടെ ഇങ്ങെടുത്തേക്കാം. ഇനിയുണ്ട് കേട്ടോ. ഇവിടെയുണ്ട് ഒരാൾ. ഏത് വഴി പോയാലും അവിടെ എല്ലാ സാലഡ് ഇതും എടുത്തേക്കാം. നമ്മളെ ഈ സാലഡ് കുക്കുംബറിനൊക്കെ കൊടുത്തിരുന്ന ബൗണ്ടറി ഈ ഗേറ്റിൻ്റെ ഇവിടെ വരെയായിരുന്നു. ഇന്ന് മതിൽ ചാടി ഗേറ്റിൻ്റെ ബൗണ്ടറിയും കിടന്നതേ കുറേ പേര് വെളിയിൽ പോയി. അത് നമ്മുടെ മുന്തിരിയുടെ ഏരിയയാണ്. പക്ഷെ അങ്ങോട്ട് നമ്മുടെ സാലഡ് കുക്കുംബർ നല്ല മുഴുത്ത് നിൽക്കുന്നു. ഇത് മതിൽ ചാടി വന്നവരാണ്. എന്നാലും നമുക്കിവരെ മുറിച്ചെടുത്തേക്കാം. അവരുടെ ബൗണ്ടറിയൊക്കെ ഭേദിച്ച് അവരിങ്ങെത്തിയതാണ്. അപ്പോൾ ഇവിടെയും കിട്ടിയ ഒരാൾ. ഇനി നമ്മുടെ മുന്തിരിയാണിത്. എവിടെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് പുതിയ പുതിയ കിളിപ്പ് വന്നോ എല്ലാ കിളിപ്പിലും ഇപ്രാവശ്യം പൂവുണ്ടായിട്ടുണ്ട്. എത്രത്തോളം കാ കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. നോക്കാം. ഒരു മുന്തിരിക്കൊല്ലയായി കിടക്കുന്നത്. ഇത് ജസ്റ്റ് പൂവായതേ ഉള്ളൂ. ഇനി കാകൾ ആയി വരണം. ഇതൊരു വേറെ സ്ഥലമാണ്. അവിടെ ഇതാണ്ട് മുന്തിരി പൂത്ത് കായ്ച്ച് നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ ഈ പൂകളൊക്കെ കാകളായി വരണം. ഇത്രയും കുക്കുംബർ കിട്ടി. ഇതെല്ലാം സ്നോ വൈറ്റാണ്. ഒരു വിഷം പോലും അടിക്കാത്ത സാധനം. ഇങ്ങനെ ഫ്രഷായിട്ട് ഇവിടുന്ന് തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ്. പക്ഷേ ഇപ്പം നമ്മൾ എടുക്കുന്നില്ല. ഒരാഴ്ചത്തേക്കുള്ള സാധനമായി. ഇതൊക്കെ പറിച്ചില്ലെങ്കിൽ ഈ ചെടിയിൽ നിന്ന് ഇതെല്ലാം മുറ്റിപ്പോവും. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ പറിച്ചെടുത്തത് തന്നെ. ഇനി നമുക്ക് കുറേ ബ്രിഞ്ചോൾ പറിക്കാനുണ്ട്. അതും കൂടി ഇന്ന് എടുത്തേക്കാം. എൻ്റെ പച്ച കളറിലുള്ള ബ്രിഞ്ചോളാണ്. എനിക്കിവിടെ 2 ടൈപ്പാണുള്ളത്. പച്ചയും ഉണ്ട്, വയലറ്റും ഉണ്ട്. ഇതൊക്കെ നല്ല മൂത്ത് നിൽക്കുക. അപ്പോൾ ഇതും കൂടി അങ്ങ് എടുത്തേക്കാം. ഇത് സൈസ് വെച്ചില്ല, പക്ഷേ അതിനൊരു മഞ്ഞ നിറമായി കഴിഞ്ഞു. ഇവിടെ നിറയെ നിപ്പുണ്ട്. അതിനകത്ത് നല്ല മൂത്ത ഒരാളുണ്ട് ഇവിടെ. ഇത് കണ്ടോ? ഇതിനിടയ്ക്ക് ഇവൻ ഒളിച്ചിരിക്കുക. നമുക്ക് കാണാൻ പോലും പറ്റാത്ത രീതിയിലാണ്. അപ്പോൾ ഇതുകൂടെ അങ്ങ് എടുത്തേക്കാം. ഈ വയലറ്റ് ബ്രിഞ്ചോളിൻ്റെ ഈ തൈകളെല്ലാം ഇപ്രാവശ്യം നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. എല്ലാവരും നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളവും വളമൊക്കെ നല്ലപോലെ നമ്മൾ കൊടുക്കുന്നുമുണ്ട്. ഇതിൻ്റെ അടിയിൽ കണ്ടോ ഒരു വലിയ ഒരുത്തന് ഒളിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഇവനെ കൂടെ അങ്ങ് എടുത്തേക്കാം. നല്ലൊരു വലിയ ബ്രിഞ്ചോളാണ്. ഇപ്രാവശ്യം നമുക്ക് ഈ ഏരിയയിൽ മുഴുവനും ബ്രിഞ്ചോളാണ് നട്ടിരിക്കുന്നത്. അത് വയലറ്റ് ബ്രിഞ്ചോൾ.
ഇതെല്ലാം നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാ, നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വെള്ളവും കൊടുത്ത് വളവും ഇട്ട് കഴിഞ്ഞാൽ ഇവരൊക്കെ ശരിക്കും കായ്ഫലം തരും നമുക്ക്. ഇവിടെ നമുക്കേ വേറൊരാളുണ്ട്, നമ്മുടെ തക്കാളി ചെടി. ഇതിങ്ങനെ വള്ളി ചെടിയായിട്ട് കയറിപ്പോയിരിക്കുക. ഇവർ നമുക്ക് ആവശ്യം അനുസരിച്ച് തരത്തുള്ളൂ. ഇതാണ്ടേ, ഇവിടെ ഇപ്പോൾ ഒരെണ്ണം നല്ല പഴുത്ത് നിൽക്കുക. ഡെയിലി 1-2 വീതം നമുക്ക് ആവശ്യത്തിന് മാത്രം തന്നുകൊണ്ടിരിക്കുകയാണ് ഇവരിപ്പോൾ. അപ്പോൾ ഈ പഴുത്ത ഇവനെ ഇങ്ങെടുത്തേക്കാം. നല്ല പഴുത്ത് തുടുത്ത സാധനമാണ്, പക്ഷെ കുറച്ച് ഇതേ തരുള്ളൂ. തക്കാളി ചെടിയെ നല്ല രീതിയിൽ വളർന്നു, പക്ഷേ അങ്ങോട്ട് കായ്കൾക്ക് സൈസ് തീരെ കുറവാണ്. ഇതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കാരണം ഇതിനകത്ത് നിൽക്കുന്ന സക്കേഴ്സാണ്. ഞാൻ കുറേയേറെ സക്കേഴ്സിനെ ഇപ്പോൾ മുറിച്ച് കളഞ്ഞു, പക്ഷേ ഇനിയും ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്കായിട്ട് സക്കേഴ്സ് നിൽപ്പുണ്ട്. പിന്നെ ഇതങ്ങോട്ട് വലുതായിപ്പോയി. അപ്പോൾ ഇലകളൊക്കെ അങ്ങോട്ട് കൂടി നിറഞ്ഞു. അപ്പോൾ ഇലകൾ നിറയും തോറും നമ്മൾ കൊടുക്കുന്ന വെള്ളവും വളവുമെല്ലാം ഈ ഇലകളാണ് എടുക്കുന്നത്, കായ്കൾക്ക് കിട്ടുന്നില്ല. പിന്നെ ഈ പഴുത്ത് നിൽക്കുന്ന ഇല ഇതും എടുത്ത് കളയാം. അങ്ങനെ ആകെ കൂടി ഒന്ന് ട്രിം ചെയ്ത് ഒന്ന് സൈസൊക്കെ കുറച്ചെടുത്തു. ഇത് ഇവിടുന്ന് ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് സക്കേഴ്സിനെയും കളയാം. ഒത്തിരി ഇലകളും വന്ന് സക്കേഴ്സും വന്ന് അങ്ങനെ വന്നു കഴിയുമ്പം അത് ക്രൗഡായിട്ട് വരികയുള്ളൂ, പക്ഷെ നമ്മുടെ കായകൾ തീരെ കുറവായിരിക്കും. അതിന് എക്സാമ്പിളാണ് ഇത്. കണ്ട കുഞ്ഞു കായാണ് ഇത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് നോക്കാം, നല്ല വ്യത്യാസം വരും. നമ്മൾ കട്ട് ചെയ്ത് ചെറുതാക്കി നമ്മുടെ ഈ തക്കാളിയാണിത്. അതിൻ്റെ ബാക്കി കട്ട് ചെയ്ത സക്കേഴ്സിനെയും ഇലകളെ എല്ലാം നമ്മൾ ഇതിൻ്റെ അടിയിലോട്ട് പൊതയായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തു. ഈ ചൂട് സീസണിലെ ഇത് നല്ലൊരു പൊതയായിരിക്കും ഇവർക്ക്. സോ ഇത്രയൊക്കെയാണ് ഇന്ന് നമുക്ക് കിട്ടിയ വിളവ്. കൂടെ മുട്ടയുണ്ട്. മുട്ട ഇത് വൈകുന്നേരം വരെ ഉണ്ട് കേട്ടോ. പിന്നെ തക്കാളി, പയർ, ബ്രിഞ്ചോൾ, സ്നോ വൈറ്റ് കുക്കുംബർ. ഇതിൽ കൂടുതൽ എന്താ സന്തോഷം. നമ്മുടെ മോർണിംഗ് സെക്ഷൻ മിക്കവാറും ഇങ്ങനൊരു ഹാർവെസ്റ്റിംഗ് ഉണ്ട്. ഇന്നിപ്പോൾ കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. എന്താണേലും കൊള്ളാമല്ലേ. വിഷമില്ലാത്ത പച്ചക്കറികൾ ഡെയിലി ഉപയോഗിക്കുക. പിന്നെ ഈ സാലഡ് കുക്കുംബർ ഭയങ്കര ഹെൽത്തിയാണ്. ജ്യൂസായിട്ടും പിന്നെ സാലഡിനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. സ്നോ വൈറ്റാണ് സൂപ്പർ സംഭവം കേട്ടോ.